കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കേട്ടതായ ആ സന്ദേശത്തിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും സാധാരണക്കാരാണെന്ന് വിചാരിക്കരുത്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ ഭവനത്തിന് ഒരു അനർത്ഥവും വരത്തില്ല. നമുക്കിന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ ബലപ്പെടുത്തുന്നതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. That is why Peter said like this. അതുകൊണ്ടത്രേ പത്രോസ് ഇപ്രകാരം പറഞ്ഞു. 1 Peter chapter 2 verse 9. 1 പത്രോസ് 2:9. Hallelujah. Hallelujah. That you are called, you are chosen. നീ വിളിക്കപ്പെട്ട വ്യക്തിയാ. Why? എന്തിനു വേണ്ടി? That you are called his own people. അവന്റെ സ്വന്തം ജനമായി നിന്നെ വിളിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. രാജകീയ പുരോഹിത ഉറക്കെ പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ആണോ സ്പെഷ്യൽ ആണോ? കണ്ടാൽ പഴയ പോലെ തന്നെ ആയിരിക്കുന്നത്, പക്ഷേ സ്പെഷ്യലാ. തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. എത്രയോ പേര് ലോകത്തിലുള്ളതിൽ നിന്നും ദൈവം നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. എത്ര പേർ കർത്താവിനെ സ്തോത്രം ചെയ്യും? You should value that calling. ആ വിളിയെ നീ വിലമതിക്കണം. You should value that you are chosen by him. നീ അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് നീ വില കൊടുക്കണം. Hallelujah. Hallelujah. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗവും. രാജകീയ പുരോഹിത വർഗവും. ഉറക്കെ പറഞ്ഞ രാജകീയ പുരോഹിത വർഗം. ആരാ? ഞാൻ. ആ ലേഖനം എഴുതിയവർക്കായിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും. രാജകീയ പുരോഹിത വർഗവും. നമ്മുടെ വർഗം മാത്രമേ മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം മാറ്റിക്കളഞ്ഞു. We are no longer in our hereditary, we are in a new hereditary. നാം പഴയ പാരമ്പര്യത്തിലല്ല, ഇപ്പോൾ നമുക്കൊരു പുതിയ പാരമ്പര്യം കിട്ടിയിരിക്കുന്നു. That is why there is no curse upon us. അതുകൊണ്ടത്രേ നമ്മുടെ മേൽ ഇനി ഒരു ശാപവുമില്ല. Hallelujah. Nothing in this world. That is why it is called a new creation. അതുകൊണ്ടാണ് നമ്മൾ പുതിയ സൃഷ്ടി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. Old has gone. പഴയതെല്ലാം കഴിഞ്ഞു പോയി. Old association with the devil has gone. പിശാചുമായിട്ടുള്ള പഴയ കൂട്ടുകെട്ടുകൾ പോയിരിക്കുന്നു. Nothing can now conquer us. We are more than conquerors in Christ. ഇനി ഒന്നും നമ്മെ കീഴ്പ്പെടുത്തുകയില്ല. നാം ക്രിസ്തുയേശുവിൽ സകലത്തെയും ജയിച്ചവരാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും സഹോദരന്മാരോട് പറയാം, നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് തന്നെയാണ്. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഈ കാര്യം എനിക്ക് വേണ്ട എന്ന് വെക്കാനുള്ള കഴിവ് പുതിയ സൃഷ്ടിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പാപത്തിന് നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വം ഇല്ല. ഹല്ലേലൂയ. നമുക്കറിയാം എന്താ തെറ്റെന്ന്, നമുക്കറിയാം ഇത് കർത്താവിന് ഇഷ്ടമില്ലാത്തതാണ്, എങ്കിലും നമ്മൾ അതങ്ങ് ചെയ്യുക. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചാലോ അതാ കഷ്ടത. Hallelujah. Hallelujah. That is equal to death. അത് മരണത്തിന് സമമാണ്. When we say no to our sensual pleasures or sin, നമ്മുടെ ജഡിക സുഖങ്ങളോട് വേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ലാഭം കിട്ടാൻ ഈ ഇത്രയും രൂപ ചുമ്മാ കിട്ടുന്നതല്ലേ, നമുക്ക് എടുത്തേക്കാം. അത് ദൈവഹിതമല്ലാത്തതാണെങ്കിൽ വേണ്ട.
അത് വേണ്ടെന്ന് പറയുമ്പോൾ ഒരു കഷ്ടതയൊക്കെ ഉണ്ട്. പക്ഷേ ലോങ് റൺ, ഇൻ ദ ലോങ് റൺ യു വിൽ ബി ദ പ്രോഫിറ്റ് മേക്കർ. അവസാനം നിങ്ങളായിരിക്കും ലാഭം എടുക്കുന്നവർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തൽക്കാലം ഈ ഒരു നുണ പറഞ്ഞാൽ ശരിയാകും. നോ, വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. ഹല്ലേലൂയ. We are chosen generation. നാം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഗ്ഗം അത്രേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗ്ഗം. ഒന്ന് ഉറക്കെ പറഞ്ഞു, ഞാൻ രാജകീയ പുരോഹിത വർഗ്ഗമാണ്. നമ്മുടെ വായിന്ന് ബെസ്റ്റ് വാക്കുകളെ വരത്തുള്ളൂ. That is why the Bible says seasoned with salt, tasty words. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഉപ്പിനാൽ രുചി വരുത്തിയവർ. അതാ യേശുവിന്റെ വാക്ക് പറയുമ്പോൾ പറയുന്നത് ലാവണ്യ വാക്ക്. ആമേൻ. തന്റെ ചുറ്റും ജനം കൂടാനുള്ള കാരണം എന്തായിരുന്നു? തന്റെ ലാവണ്യ വാക്ക്. ഹല്ലേലൂയ. 5 ഭർത്താക്കന്മാരായ ഉള്ള ഇപ്പം ഭർത്താവായി ഇല്ലെന്ന് പറയുന്ന ശമര്യക്കാരി വരുമ്പോഴും എടി കള്ളിന്ന് യേശു വിളിച്ചല്ലേ, നീ പറയുന്ന കറക്റ്റാ, ഇപ്പം താമസിക്കുന്നതും നിന്റെ ഭർത്താവല്ല. അതാ യേശുവിന്റെ വാക്ക്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടോ? പെട്ടു അവിടെ. കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ വാക്ക്. ഹല്ലേലൂയ. We are instead of Jesus Christ. നാം ക്രിസ്തുവിന് പകരക്കാരത്രേ. Hallelujah. Hallelujah. We are here with a mission to reconcile the world to God. ലോകത്തെ ദൈവത്തോട് നിരപ്പിപ്പാനുള്ള ഒരു ശുശ്രൂഷയുമായിട്ടാണ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. How many of you believe that Jesus is going to really come? നിങ്ങളിൽ എത്ര പേര് വാസ്തവത്തിൽ വിശ്വസിക്കുന്നുണ്ട് യേശു നിശ്ചയമായിട്ടും വരുമെന്ന്? Hallelujah. Hallelujah. Will he really come? അവൻ വാസ്തവത്തിൽ വരുമോ? Is there really eternal life? നിത്യജീവൻ എന്ന് പറയുന്നത് സത്യമാണോ? Hallelujah. Hallelujah. If you really believe it, you will have godly fear inside of you. നിങ്ങൾ അത് വാസ്തവമായി വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവ ഭയം ഉണ്ടാകും. Hallelujah. Hallelujah. We are not going to live here forever. നാം ഇവിടെ എന്നേക്കും ജീവിക്കാനുള്ളവരല്ലല്ലോ. We are citizens of heaven. നാം സ്വർഗീയ പൗരന്മാരത്രേ. Hallelujah. Hallelujah. We are citizens of heaven. നാം സ്വർഗീയ പൗരന്മാരത്രേ. Hallelujah. Hallelujah. പറഞ്ഞിട്ട് നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. തൽക്കാലം ഇവിടെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. I want to tell you today, ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. let there be a mind of preparation for the coming of the Lord. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഒരു മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. We will live gloriously on this earth. നാം ഈ ലോകത്ത് വളരെ തേജസ്സേറിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കും. But we are always ready for the coming of the Lord. എന്നാൽ നാം എപ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. Hallelujah. Hallelujah. The mind is ready. മനസ്സ് എപ്പോഴും തയ്യാറാ. No attachments, ready to go anytime. ഒന്നിനോട് ഒരു പിടിയുമില്ല, എപ്പം വിളിച്ചാലും പോകാൻ തയ്യാറാ. അപ്പോൾ തന്നെ മണ്ടന്മാരെ പോലെ ഇവിടെ കഴിയത്തില്ല. ആമേൻ. Hallelujah. ആമേൻ. Jesus said, I am sending you as lamb among the wolves. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടിനെ എന്നതുപോലെ അയക്കുന്നു. So be like serpents and harmless like doves, clever as a serpent. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കന്മാരുമാകുവീൻ. We are not fools when we live on this earth. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഭോഷന്മാരായിട്ടല്ല. Foolishness is a sin according to the Bible. വേദപുസ്തക പ്രകാരം മൂഢത ഒരു പാപമത്രേ. It defiles your body. അത് നിങ്ങളുടെ ശരീരത്തെ അഴുക്കാക്കുന്നു, മലിനപ്പെടുത്തുന്നു. Hallelujah. Hallelujah. We live gloriously on this earth. നാം ഈ ദേശത്തെ ഈ ഭൂമിയിൽ തേജസ്സോടെ ജീവിക്കുന്നു. Financial prosperity is ours. സാമ്പത്തിക സമൃദ്ധി നമുക്കുള്ളതാ. Health is ours. ആരോഗ്യം നമുക്ക് വേണ്ടിയാ. Peace is ours. സമാധാനം നമുക്കുള്ളതാ. Joy is ours. സന്തോഷം നമുക്കുള്ളതാ. All the good things are ours. ഈ ഭൂമിയിലുള്ള സകല നന്മകളും നമുക്കുള്ളതാ. But എന്നാൽ our sight is always about eternity. നമ്മുടെ നോട്ടം എപ്പോഴും നിത്യത ജീവനിലേക്കായിരിക്കും. Hallelujah. Hallelujah. Our mission is very clear. അത് നമ്മുടെ ദൗത്യം വളരെ വ്യക്തമാണ്. 2 Corinthians chapter 5 verse 17. 2 കൊരിന്ത്യർ 5 അധ്യായം 17 വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പറഞ്ഞേ പഴയത് കഴിഞ്ഞുപോയി. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ആളിന് കൈ കൊടുത്ത് പറഞ്ഞു, ആ സ്നാനപ്പെട്ടപ്പോൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ടാ വന്നേ. പഴയ ആള് മരിച്ചിട്ടാ കുഴിച്ചിട്ടത്. അടക്കിയത് സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത് അടക്ക ശുശ്രൂഷയായിരുന്നു. പഴയ മനുഷ്യൻ തീർന്നു. ഉറക്കെ പറഞ്ഞ പഴയ മനുഷ്യൻ. പക്ഷെ അവന്റെ സ്വഭാവം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് അത് ദിനംതോറും ഉരിഞ്ഞു കളയണം. ശരീരത്തോട് പറയണം, നീ പറയുന്നത് ഇവിടെ നടക്കത്തില്ല, ഞാൻ പറയുന്നതാ നടക്കുന്നേ. അകത്തെ മനുഷ്യൻ പറയുന്നതാ നടക്കുന്നേ. എനിക്ക് കുറ്റം പറയുന്നുണ്ട്, നിർത്തണം അവിടെ, നിൽക്കണം അവിടെ. ഈ നാവ് കുറ്റം പറയാനുള്ളതല്ല, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ അല്ലാതെ.
അല്ലാതെ ഇത് ഉപയോഗിക്കത്തില്ല. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Hallelujah. 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 We are responsible citizens of heaven. നാം സ്വർഗ്ഗത്തിലെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരത്രേ. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതാ അത് പുതുതായി. പറഞ്ഞ പുതുതായി. പുതുതാ. പഴയതെല്ലാം കഴിഞ്ഞു. പഴയ മുഴുവൻ കാര്യങ്ങൾ കഴിഞ്ഞ് ഇത് എന്തായി തീർന്നിരിക്കുക? പുതുതായി തീർന്നിരിക്കുന്നു. പുതിയതാ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. മുഴുവൻ ചെയ്തത് ഞാനല്ല, ദൈവത്തിന്റെ കരുണയാണ്, അവന്റെ കൃപയാണ് എന്നെ തെരഞ്ഞെടുത്തത്. ഇറ്റ് ഈസ് ഹിസ് ഗ്രേറ്റ് mercy. അവന്റെ മഹാകരുണ. If you recognize that without Jesus you are going for eternal condemnation in hell, you will rejoice your whole lifetime. നീ ഇത് തിരിച്ചറിഞ്ഞാൽ യേശുവില്ലായിരുന്നെങ്കിൽ നീ നിത്യ നരകത്തിൽ, നിത്യ കുറ്റാരോപണത്തിൽ, ശിക്ഷാവിധിയിൽ നീ അകപ്പെട്ടും പോകുമായിരുന്നു എന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ നീ ഇന്ന് സന്തോഷത്തോടെ ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിക്കും യേശുവിനായി. This is a reality. ഇതാണ് വസ്തുത. You know, the maximum time someone talked about hell was Jesus. നിങ്ങൾക്കറിയാമോ, നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച ആള് യേശുവാ. He knew because he has seen everything. തനിക്കറിയാം, കാരണം താൻ അവിടെ മുഴുവൻ കണ്ടിട്ടുണ്ട്. But praise be to God, none of us are going there. It is those who are under the influence of the devil. It is made for the devil and those who are the sons of disobedience. എന്നാൽ ഇത് പിശാചിനും അനുസരണക്കേടിനെ, പിശാചിനെ പിന്തുണയ്ക്കുന്ന അനുസരണക്കേടിന്റെ മക്കൾക്കും വേണ്ടി മാത്രമായിട്ടുള്ളതായി നരകം. നമ്മൾ ആരും അവിടെ പോകുകയുമില്ല, അത് കാണുകയുമില്ല എന്നുള്ളത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി But പറയുന്നു. this is a reality. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. Heaven is a reality. സ്വർഗ്ഗം ഒരു യാഥാർത്ഥ്യമാണ്. We are going to be with Jesus forever and ever. നാം യേശുവിനോട് കൂടി എന്നേക്കും നിത്യ യുഗങ്ങളോളം വാഴുമെന്നുള്ളത് സത്യമാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. if Jesus never came, യേശു വന്നില്ലായിരുന്നുവെങ്കിൽ we would never understand God. ദൈവത്തെ നമുക്ക് ഒരിക്കലും മനസ്സിലാകയില്ല. We would still be trapped in rituals. നാം അപ്പോൾ വീണ്ടും കർമ്മങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങിപ്പെട്ടു പോയനെ. Without recognizing the love of God as a loving heavenly Father. ദൈവ സ്നേഹത്തെ സ്നേഹനിധിയായ സ്വർഗീയ പിതാവിന്റെ സ്നേഹമായി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. What was Jesus doing? എന്തായിരുന്നു യേശു വന്ന് He ചെയ്തത്? was reconciling. അവൻ നിരപ്പിക്കുകയായിരുന്നു. He was telling us God is love. He is a loving heavenly Father. ദൈവം സ്നേഹമാണെന്നും അവൻ സ്നേഹനിധിയായ ഒരു പിതാവാണെന്നും യേശു നമ്മോട് പറഞ്ഞു. He displayed forgiveness. അവൻ ക്ഷമയെ വെളിപ്പെടുത്തി തന്നു. Telling you and me. അവൻ നമ്മോട് പറയുകയാണ്, When the adulterous woman came, he says, I forgive you. ആ വ്യഭിചാരിണിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ അവളെ നോക്കി അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. He accommodated the tax collector. അവൻ ആ ചുങ്കം പിരിവുകാരനെ തന്നോട് ചേർത്തു. He always forgave the sin, showing that he has come, that your weakness is not an issue. God wants to have a fellowship with you. അവൻ എപ്പോഴും പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ബലഹീനതകളൊന്നും ഒരു വിഷയമല്ല, ദൈവം നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. What was he doing? എന്തായിരുന്നു താൻ ചെയ്തത്? He was doing a gospel of reconciliation. അവൻ നിരപ്പിന്റെ ഒരു ശുശ്രൂഷ, നിരപ്പിന്റെ ഒരു സുവിശേഷം അവൻ പ്രവർത്തിച്ചത്. Telling us God loves you. ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ നിന്നോട് പറഞ്ഞു. And telling God, please forgive him. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇവർക്ക് വേണ്ടി ക്ഷമിക്കണമേ. He was doing a good mediator. അവൻ ഒരു നല്ല മധ്യസ്ഥനായി പ്രവർത്തിച്ചു. Reconciliation. നിരപ്പിച്ചുകൊണ്ടിരുന്നു. And the Bible says, വേദപുസ്തകം പറയുക, the same reconciliation അതേ നിരപ്പ് he has entrusted to us. അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. That is the purpose of my existence now. എന്റെ നിലനിൽപ്പിന്റെ തന്നെ ഉദ്ദേശം അതാണ്. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ദൈവം പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടി നിങ്ങളുടെ ലംഘനങ്ങളെ ക്ഷമിക്കുക, എനിക്ക് നിങ്ങളെ ആവശ്യമാണ്. ഹല്ലേലൂയ. ആ സുവിശേഷം, ഈ സദ്വർത്താനം, ഈ നിരപ്പിന്റെ വചനം, ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ഉറക്കെ പറഞ്ഞു, ഈ നിരപ്പിന്റെ വചനം, ഈ നിരപ്പിന്റെ വചനം ഉറക്കെ പറഞ്ഞു, എന്റെ കയ്യിലാ ഭരമേൽപ്പിച്ചു. Hallelujah. Hallelujah. We are not to keep quiet. നാം മിണ്ടാതിരിക്കാനുള്ളവരല്ല.
Every single day which you are losing is a big loss for heaven. ഓരോ ദിവസവും നഷ്ടമാകുമ്പോൾ നിങ്ങൾ അത് നഷ്ടമാക്കി കളയുമ്പോൾ അത് സ്വർഗ്ഗത്തിന് ഒരു വലിയ നഷ്ടമാകും. Many people are going to hell without that. അത് കൂടാതെ അനേകർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. It is an urgency. ഇത് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള ധൃതിയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. A gospel of reconciliation. ആ നിരപ്പിന്റെ ശുശ്രൂഷ. Hallelujah. Hallelujah. And then the Bible says, തുടർന്ന് വേദപുസ്തകം പറയുക, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി. ഒന്ന് ഉറക്കെ പറഞ്ഞ, ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഒന്ന് പറഞ്ഞിട്ട്, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് പകരം ഭൂമിയിൽ ഇന്ന് ഞാനാ ഉള്ളത്. ഒന്നോടെ ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് പകരം ഭൂമിയിൽ ഇന്ന് ഞാനാ ഉള്ളത്. Hallelujah. Hallelujah. If you take this word seriously, ഈ വചനം നിങ്ങൾ ഗൗരവത്തോടെ എടുത്താൽ, I'll tell you something. ഞാനൊരു കാര്യം You will walk in the same power as Jesus Christ. യേശു നടന്ന അതേ ശക്തിയിൽ നിങ്ങളും നടക്കും. You will walk in the same peace as Jesus Christ. യേശുവിന് ഉണ്ടായിരുന്ന അതേ സമാധാനത്തോടെ നിങ്ങൾ ജീവിക്കും. Our mission is very clear. നമ്മുടെ ദൗത്യം വളരെ വ്യക്തമാണ്. And that is why in the book of Acts Paul says like this. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, Take care of yourself. നിങ്ങളെ തന്നെ നോക്കിക്കൊള്ളുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. Also the sheep that is entrusted to you. അതുകൂടാതെ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആടുകളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. You are the person for your neighborhood. നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾക്കും വേണ്ടിയുള്ളവരാ. Hallelujah. Hallelujah. The salvation of them is in your hands. അവരുടെ രക്ഷയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. But then അപ്പോൾ I have to first take care of myself. ആദ്യം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കണം. I have to be my witness. ഞാൻ എന്റെ സാക്ഷിയായിട്ട് നിൽക്കണം. Hallelujah. Hallelujah. Your neighbor should say that, yeah, there is Jesus living over there. നിന്റെ അയൽവാസി നിന്നെ നോക്കി പറയണം, ദേ എന്റെ അയൽവക്കത്ത് ഒരു യേശു ജീവിക്കുന്നു. Hallelujah. Hallelujah. In word and in deed they should see you like Jesus Christ. വാക്കിനാലും ക്രിയയാലും നിന്നിൽ യേശുവിനെ അവർ കാണുവാൻ ഇടയാകണം. Hallelujah. Hallelujah. If you keep yourself clean, if you keep yourself holy, you will see the power of glory of God dwelling inside your home. നിന്നെ ശുദ്ധിയുള്ളവനായി, നിന്നെ ഒരു വിശുദ്ധനായി നീ തന്നെ സൂക്ഷിച്ചാൽ ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ആവസിക്കുന്നത് ലോകം കാണുവാൻ ഇടയാകും. Peter says, പത്രോസ് പറഞ്ഞു, Hallelujah. Hallelujah. You are a royal priest. നീ ഒരു രാജകീയ പുരോഹിതനാണ്. Go ahead. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശം സ്വന്തം ജനവുമാകുന്നു. സ്വന്തം ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം ആരാ? എന്തൊക്കെയാ? തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി. ഒന്ന് ഉറക്കെ നല്ലല്ലോ ഒന്ന്. തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഇതെന്തിനാ പറയിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ അകത്തോട്ടൊന്ന് കേറാനാ. ഞാൻ ആരാ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശം സ്വന്തം ജനവുമാകുന്നു. സ്വന്തം ജനം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ എന്നെ വിട്ടിട്ട് ദൈവത്തിന് ഇനി ഭൂമിയിൽ ഏതെങ്കിലും പരിപാടി ഉണ്ടോ? We are worried about things, but here the word says you are not to worry because you are a special chosen generation. നാം ഭാരപ്പെടുമ്പോൾ വചനം പറയാ, നീ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകതയുള്ള ഒരു തലമുറയായതുകൊണ്ട് നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. But then the Bible says, തുടർന്ന് വേദപുസ്തകം പറയാണ്, മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ you were not a people, now you are a people. നിങ്ങൾ മുമ്പേ ജനമല്ലായിരുന്നു, ഇപ്പോൾ സ്വന്തം ജനം, ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഇപ്പോൾ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ ലഭിച്ചവർ. ഞാൻ നിൽക്കുന്നത് തന്നെ കർത്താവിന്റെ കരുണയാണ് എന്ന് എപ്പോഴും ബോധത്തോടെ നടക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Hallelujah. Hallelujah. And the Bible says, വേദപുസ്തകം പറയുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും നമ്മൾ പ്രവാസികളുമാണ്, പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാൻ. നോക്ക്, we are pilgrims, we are travelers, we are foreigners in this earth. നാം ഇവിടെ
അഭയാർത്ഥികളായിരുന്നു, നമ്മളിവിടെ യാത്രക്കാരാണ്, നമ്മളിവിടെ പ്രവാസികളാണ്, അന്യന്മാരാണ്, പരദേശികളാണ്. Our mind should be like that. നമ്മുടെ മനസ്സ് ആ രീതിയിലായിരിക്കണം നമ്മളെ കാണേണ്ടത്. Hallelujah. ഹല്ലേലൂയ. The soul loves the flesh. നമ്മുടെ പ്രാണൻ നമ്മുടെ ജഡത്തെ സ്നേഹിക്കുന്നു. It loves ego, it loves power, it loves everything to be in this world. നമ്മുടെ അഹംഭാവത്തെ, നമ്മുടെ ശക്തിയെ, ഈ ലോകത്തുള്ള സകലതിനെയും അത് സ്നേഹിക്കുന്നു. That is why we don't give way or admit a defeat. അതുകൊണ്ടാണ് അവിടെ ഒരു പരാജയം സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. There is nothing beyond it. അതിനപ്പുറമായിട്ട് ഒന്നുമില്ല. The truth is, സത്യം ഇതാണ്, we came alone, we are going back alone. നാം ഏകനായി വന്നു, ഏകനായി തന്നെ We മടങ്ങി are all eternal beings. നാം നിത്യതയുടെ മക്കളാണ്. Let not anything that is ensnaring us, let it not trap us. ഒന്നും നമ്മളെ കുടുക്കി കളയുവാൻ, ഒന്നും നമ്മളെ കെണിയിൽപ്പെടുത്തുവാൻ അനുവദിക്കരുത്. Let our focus be eternity, നമ്മുടെ ശ്രദ്ധ മുഴുവൻ നിത്യതയിലായിരിക്കും. where we are going to rule with Jesus forever and അവിടെ ever. നാം യേശുവിനോട് കൂടെ എന്നേക്കും വാഴുവാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. That doesn't mean that we will be lazy over here. അതിന്റെ അർത്ഥം നാം ഇവിടെ മടിയന്മാരായി ജീവിക്കണമെന്നല്ല. We will work. നാം ഇവിടെ ജോലി ചെയ്യും. We will be in our mission. നാം നമ്മുടെ ദൗത്യത്തിൽ അധ്വാനിക്കും. We will have a vibrant, victorious life. നമുക്കിവിടെ വളരെ സ്തോത്രം, നമുക്ക് ജയകരമായ ഒരു ജീവിതം That is why the Bible says fighting a good fight of faith, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു നല്ല പോർ പൊരുതുക, but holding on to eternal അപ്പോൾ life. തന്നെ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. Hallelujah. Hallelujah. Let our lives be a witness നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമാകട്ടെ, that Jesus is alive. യേശു ജീവിക്കുന്നതിന്റെ സാക്ഷ്യം. Let the world know, the people know, your family know that what you have believed is a truth. ലോകം അറിയട്ടെ, ജനം അറിയട്ടെ, നിങ്ങളുടെ കുടുംബം തന്നെ അറിയട്ടെ, നീ വിശ്വസിച്ചിരിക്കുന്നതെല്ലാം സത്യമാണ്. They will know by your good conduct, നിന്റെ നല്ല നടപ്പ് കണ്ടവർ അത് മനസ്സിലാക്കും. by your love, നിന്റെ സ്നേഹത്താൽ, by the words you നീ speak. പറയുന്ന വാക്കുകളാൽ They will understand അവർ മനസ്സിലാക്കും that Jesus is alive. യേശു ജീവിക്കുന്നു. By the power that is displayed by you, നിന്നാൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ശക്തിയാൽ oh, they will അവർ understand മനസ്സിലാക്കും that Jesus is alive. യേശു ജീവിക്കുന്നു. If they understand Jesus is alive, യേശു ജീവിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ they will also understand അവർ ഒന്നുകൂടെ that മനസ്സിലാക്കും Jesus is returning soon. യേശു വീണ്ടും വരാൻ പോകുന്നു. They will live in godly fear, seeing you and me. നിങ്ങളെയും എന്നെ കണ്ട അവർ ദൈവ ഭയത്തിൽ ജീവിക്കുവാൻ Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഞാനൊരു പാപിയാ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ, എന്നെ ദൈവം കൈക്കൊള്ളുമോ എന്നൊക്കെ തോന്നൽ കൊണ്ട് പല അനുഗ്രഹവും നമുക്ക് തടസ്സമായിട്ട് നിൽക്കുകയാണ്. ദൈവവചനം പറയുന്നത് അവൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി സ്വീകരിച്ചപ്പോൾ എൻ്റെ സകല പാപവും യേശു തൻ്റെ രക്തത്താൽ കഴുകി എന്നെ അവൻ നീതീകരിച്ചു. ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. ദൈവവചനം പറയുന്നുണ്ട്, ദൈവം നീതീകരിച്ചവരെ ആര് കുറ്റം ചുമത്തും? ഞാൻ കർത്താവിനാൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ഇന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിലല്ല. എൻ്റെ ശാപത്തിൽ മാറ്റി എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് യേശു കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായി. വീണ്ടും പറയാം, നിങ്ങളും ഞാനും കർത്താവിനാൽ നീതീകരിക്കപ്പെട്ടവരാണ്. എന്നെ എതിരെ നിൽക്കുവാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും കഴിയത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടാണോ ആയിരിക്കുന്നത്, ആ വിഷയത്തിന് മേൽ കർത്താവ് ഇന്ന് ഈ സമയത്ത് അത്ഭുതം ചെയ്യാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ വലിയ പദവിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങി അനുഗ്രഹത്തിൻ്റെ അവകാശികളാക്കി ഞങ്ങളെ മാറ്റി. ഇന്ന് ആ വലിയൊരു പദവിയിൽ നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേൾക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഭയവും മാറിപ്പോകട്ടെ. എല്ലാ കുറ്റബോധവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ ചിന്തകളും മാറി ഇവരുടെ ഭവനം ഒരു അനുഗ്രഹമായി തീരട്ടെ. സാമ്പത്തികമായി വിടുതലുകൾ ഇവരുടെ ഭവനത്തിൽ വരട്ടെ.
എല്ലാ ശാപങ്ങളും പൊട്ടിമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കുടുംബജീവിതം, കുടുംബത്തിലെ തകർച്ച എല്ലാം മാറട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ വലിയ നന്മ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നുവരെ തൊടുന്നതെല്ലാം പരാജയമായിരുന്നെങ്കിൽ ഇന്നു മുതൽ ഇവർ തൊടുന്നതെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിലെ എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ മാറട്ടെ. ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാവിധമായ അസ്വസ്ഥതകളും മാറി ശരീരത്തിൽ പൂർണ്ണമായ വിടുതലും സൗഖ്യവും കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തളർന്നിരിക്കുന്ന അവയവങ്ങളിൽ ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ അത്ഭുതം ഇപ്പോൾ തന്നെ ഇവരുടെ ഭവനങ്ങളിൽ കർത്താവ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.